മക്കളെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് അഥവാ നിംഹാൻസ് ബാംഗ്ലൂരിൻ്റെ നഴ്സിംഗിൻ്റെയും അലൈഡ് കോഴ്സസിൻ്റെയും എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് ജൂലൈ 26 അപ്പോൾ അതിൽ 2 സെഷനായിട്ടാണ് എക്സാം. ഒന്ന് 10 മണി തുടങ്ങി 11:30 വരെയുള്ള അലൈഡ് കോഴ്സസിൻ്റെ അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ടെക്നോളജി പോലുള്ള അലൈഡ് കോഴ്സസിൻ്റെ എക്സാമും 12:15 തുടങ്ങി 1:45 വരെ BSc നേഴ്സിംഗിൻ്റെ എക്സാമുമാണ്. ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഹുസൂർ റോഡ്, ബംഗളൂരുവിൽ മാത്രമാണ്. ഒറ്റ സെൻറ്ററേ ഉള്ളൂ. റിപ്പോർട്ടിംഗ് ടൈം നോക്കുക. അലൈഡ് കോഴ്സസിന് 10 മണി തുടങ്ങി 11:30 വരെയുള്ള എക്സാമാണ്. റിപ്പോർട്ടിംഗ് ടൈം 7:45 9:45 ഇടയ്ക്ക്. 7:45 തുടങ്ങി റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. 9:45 ശേഷം ഒരാളെയും അകത്തേക്ക് വിടില്ല. നേരെ തിരിച്ച് BSc നേഴ്സിംഗിൻ്റെ 12:15 തുടങ്ങി 1:45 തീരുന്ന എക്സാം. 10:15 റിപ്പോർട്ടിംഗ് ടൈമാണ്. 12 മണി വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം. അതിനുശേഷം ഒരാളെയും അകത്തേക്ക് വിടില്ല. ഇതാണ് സെഷൻ. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ മെസ്സേജിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാനുള്ള ലിങ്ക് ഉണ്ട്. ഓൾറെഡി ഞാൻ ആ ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചും കയറാം, അല്ലെങ്കിൽ ഫോണിൽ വന്ന മെസ്സേജ് ഉപയോഗിച്ചും ചെയ്യാം. അങ്ങനെ കയറി നിങ്ങളുടെ നേരെ നിംഹാൻസിൻ്റെ എക്സാമിനേഷൻ സൈറ്റിലേക്കാണ് ചെല്ലുക. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് എൻ്റർ ചെയ്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ പേജ് നോക്കാം. ഈ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്പർ, ലോഗിൻ ID ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ലോഗിൻ ID. ഇവിടെ പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ പേര് ഇവിടെ ഉണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. കുട്ടിയുടെ ഇമെയിലുണ്ട്, ഫോട്ടോ ഉണ്ട്, സിഗ്നേച്ചറുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് ജൂലൈ 26 നേരത്തെ ഞാൻ പറഞ്ഞു. വെന്യൂവും ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പേജ് കളർ പേജ് എടുക്കുകയായിരിക്കും ബെറ്റർ, കാരണം കുട്ടിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട്. ഇനി ആ പേജിൻ്റെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം. ഈ കുട്ടി അലൈഡിന് കൊടുത്തിട്ടില്ല, പകരം BSc നേഴ്സിങ്ങിന് മാത്രമാണ്. അപ്പോൾ എക്സാമിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്. 12:15 തുടങ്ങി 1:45 വരെയാണ്. റിപ്പോർട്ടിംഗ് ടൈം 10:15 തുടങ്ങി 12 മണി വരെയാണ്. ഓക്കെ, ഇനി ബാക്കി നോക്കുക. കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ടു ബി സൈൻഡ് ഇൻ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ. ഇവിടെ സൈൻ ചെയ്യേണ്ടത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ്. ഇവിടെ ഇൻവിജിലേറ്ററും സൈൻ ചെയ്യും. ഇനി ഞാൻ മറ്റൊരു അഡ്മിറ്റ് കാർഡ് കാണിക്കാം. ഈ അഡ്മിറ്റ് കാർഡിൽ കുട്ടി കൊടുത്തിരിക്കുന്നത് അലൈഡ് കോഴ്സസ് ആണ്, നേഴ്സിംഗ് കൊടുത്തിട്ടില്ല. അപ്പോൾ അലൈഡ് കൊടുത്ത കുട്ടിക്ക് 10 മണി തുടങ്ങി 11:30 വരെയാണ് എക്സാം. ഇതിൽ വേറൊരു അഡ്മിറ്റ് കാർഡിൻ്റെ എക്സാം ഡീറ്റെയിൽ ആണ്. റിപ്പോർട്ടിംഗ് ടൈം 7:45 തുടങ്ങി 9:45 വരെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുട്ടിയുടെ സൈന്, ഇവിടെ ഇൻവിജിലേറ്റർ സൈന്. ചില കുട്ടികൾ രണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയും ഉണ്ടാവും, ഇവിടെയും നിങ്ങൾ ഡീറ്റെയിൽ എഴുതാൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാം ഹോളിൽ പുറത്തേക്ക് വരേണ്ടതില്ല. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ അടുത്ത എക്സാമും എഴുതാം. രണ്ടിനൂടെ ഒരു അഡ്മിറ്റ് കാർഡ് മതിയാവും. ഇനി ഇൻസ്ട്രക്ഷൻസിൻ്റെ ബാക്കി നോക്കുക. അതേ പേജിൽ തന്നെ ദ റിസൾട്ട് ഓഫ് ദ എൻട്രൻസ് ടെസ്റ്റ് വിൽ ബി നോട്ടിഫൈഡ് ഇൻ നിംഹാൻസ് വെബ്സൈറ്റ് nimhans.ac.in ഓൺ 31 ജൂലൈ. ജൂലൈ 31 നിങ്ങൾക്ക് റിസൾട്ട് വരും. ഈ എൻട്രൻസ് റിസൾട്ടിൻ്റെ ബേസിൽ, റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും അലൈഡ് കോഴ്സസിലേക്കും നേഴ്സിംഗിലേക്കുമുള്ള അഡ്മിഷൻ ഉണ്ടാവുക. ഇനി ഇവിടെ പറഞ്ഞിട്ട് ഓൾ അനൗൺസ്മെൻറ്റ് വിൽ പബ്ലിഷ് ഓൺ നിംഹാൻസ് വെബ്സൈറ്റ്. നിംഹാൻസിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ പബ്ലിഷ് ചെയ്യൂ. നോ ഇൻഡിവിജ്വൽ ഇൻറ്റിമേഷൻ വിൽ ബി പ്രൊവൈഡഡ്. ഇൻഡിവിജ്വലി മെസ്സേജുകൾ ഉണ്ടാവില്ല. നിങ്ങൾ ബാക്കി എല്ലാ ഡീറ്റെയിലും ഒഫീഷ്യൽ സൈറ്റിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അഡ്മിറ്റ് കാർഡിന് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ നിങ്ങൾക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ ഈ സൈറ്റിലോ രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ഇതിൽ മെയിൽ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അറിയിക്കാം. ജൂലൈ 21 മുമ്പ് അറിയിക്കണം. ഗേറ്റ് ക്ലോസിംഗ് അഥവാ കട്ട് ഓഫ് ടൈമിന് ശേഷം ഒരാളെയും ഹോളിനുള്ളിലേക്ക് കടത്തിവിടില്ല. 90 മിനിറ്റാണ്, 1.5 മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം. അതുപോലെ നിങ്ങളുടെ എക്സാമിന് പോകുന്ന കുട്ടികൾക്കുള്ള സ്റ്റേ അങ്ങനെയൊന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല. അതേപോലെ എനി റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഇൻ ഡേറ്റ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ടെസ്റ്റ് വിൽ ബി, അതായത് ഒരു കാരണവശാലും സെൻറ്റർ മാറ്റാനുള്ള റിക്വസ്റ്റുകൾ സ്വീകരിക്കില്ല. നിങ്ങൾക്ക് ഈ സെൻറ്ററിൽ തന്നെ വേണം എക്സാം എഴുതാൻ. അതേപോലെ ഓൾ കാൻഡിഡേറ്റ്സ് വിൽ ബി സബ്ജക്ട് ടു മാൻഡേറ്ററി ഫ്രിസ്കിങ്. അത് നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് എക്സാം എഴുതിക്കൊണ്ട് അറിയാം. എക്സാമിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ കയറുമ്പോൾ തന്നെ റിപ്പോർട്ടിംഗ് ടൈമിന് ശേസം നിങ്ങളെ ഹോളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഒരു ഫ്രിസ്കിങ് പ്രോസസ്സ് ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബുക്കുകളുണ്ടോ, പേപ്പറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതേപോലെ റിപ്പോർട്ടിംഗ് ടൈമിൽ എത്തണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യം, പ്രൊഡ്യൂസ് ദ ഒറിജിനൽ ഫോട്ടോ ID കാർഡ്. ഒറിജിനൽ ഫോട്ടോ ID കാർഡ് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ഉണ്ടാവണം. ഏത്? സെയിം ആസ് അപ്ലോഡ് ഡ്യൂറിങ് ദ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഏത് ഡോക്യുമെൻ്റ് ആണോ കൊടുത്തത് അതിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഫോട്ടോസ്റ്റാറ്റല്ല, ഒറിജിനൽ ഉണ്ടാവണം. അത് ചിലപ്പോൾ പാൻ കാർഡ് ആവാം, ആധാർ കാർഡ് ആവാം, ആധാർ ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, പാസ്പോർട്ട് ആവാം, വോട്ടർ ID ആവാം, എന്തായിക്കോട്ടെ
അതേതാണോ നിങ്ങൾ അന്ന് കൊടുത്തിരുന്നത് അതിൻ്റെ ഒറിജിനൽ ID ഈ പ്രാവശ്യവും കയ്യിലുണ്ടാവണം. അതുപോലെ കീപ്പ് എ ഫോട്ടോ കോപ്പി ഓഫ് ദ അഡ്മിറ്റ് കാർഡ്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, അതവർ വാങ്ങി വയ്ക്കും. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും അപ്ലിക്കേഷൻ ഫോമിൻ്റെ കോപ്പിയും ഒക്കെ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക. അത് പിന്നീട് അഡ്മിഷൻ്റെ സമയത്ത് ആവശ്യം വരും. നിങ്ങൾ കൊണ്ടുപോകുന്ന ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങി വയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പാടില്ല? അവോയ്ഡ് ക്യാരിയിങ് പെൻസ്. പെന്ന് പെർമിറ്റ് ചെയ്യില്ല, പേപ്പർ പെർമിറ്റ് ചെയ്യില്ല, നോട്ട്, ബുക്ക്, കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളും പെർമിറ്റ് ചെയ്യില്ല, വാച്ച് പെർമിറ്റ് ചെയ്യില്ല, ഇതൊന്നും ചെയ്യില്ല. മാത്രമല്ല ഇതൊന്നും സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റി നിംഹാൻസ് പ്രൊവൈഡ് ചെയ്യുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ സൂക്ഷിച്ചോളുക, അല്ലെങ്കിൽ കൂടെ വരുന്ന ഗാർഡിയൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഓൾമോസ്റ്റ് നിംഹാൻസിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.